പലപ്പോഴും ഈ ശരണം വിളിക്കുന്ന സമയത്തൊക്കെ ഈ കൊച്ചു കടുത്ത വലിയ കടുത്ത എന്ന് പറഞ്ഞിട്ട് 2 സ്വാമിമാരെ വിളിക്കാറുണ്ട്. കേട്ടോ? കൊച്ചു കടുത്ത സ്വാമിയെ ശരണം അയ്യപ്പ, വലിയ കടുത്ത സ്വാമിയെ ശരണം അയ്യപ്പ. എപ്പോഴൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഈ കൊച്ചു കടുത്ത ആരാന്ന്, വലിയ കടുത്ത ആരാന്ന്? മുൻപേ ഗമിക്കുന്ന ഗോവുതന്റെ പിൻപേ ഗമിക്കും ബഹുമക്കളെല്ലാം, അങ്ങനെയാണ്. പണ്ട് ഗുരുവായൂർ എടത്തിരുത്ത് ഭാഗവതിൽ അവിടെ കുറെ ഗുരുസ്വാമിമാര് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ഇത്രേ, പുറകിൽ കുറെ സ്വാമിമാര് നിൽക്കുന്നുണ്ട് ഇത്രേ. അപ്പൊ ഒരു ഗുരുസ്വാമി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈച്ച എന്തോ പറന്ന് അദ്ദേഹത്തിന്റെ ദേഹത്ത് വന്ന് തട്ടി. അപ്പൊ അദ്ദേഹം ഒറ്റടി കൊടുത്തു. അപ്പൊ ഈ ഈച്ച പാറി പോയിട്ട് അവിടെ ഭഗവതിയുടെ വിളക്കുണ്ട്, തൂക്കുവിളക്ക്, അതിന്റെ ഉള്ളിൽ പോയി വീണു. അപ്പൊ അതിൽ എണ്ണ നിറച്ചിട്ടുണ്ട് വൈകുന്നേരം കത്തിക്കാനുള്ളത്. അപ്പൊ ഈ ഈച്ച അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ചക്രശ്വാസം വലിക്കുകയാണ്. അപ്പൊ തന്റെ കൈ കൊണ്ടൊരു ജീവൻ അമ്പലത്തിന്റെ ഉള്ളിൽ പോയിട്ട് അത് ഇല്ലാണ്ടാവണ്ടെന്ന് കരുതിയിട്ട് ഈ പാവം ഗുരുസ്വാമി അതിനെടുത്തിട്ട് ഈ വിരലുകൊണ്ട് ഇങ്ങനെ തട്ടിക്കളഞ്ഞു അത്രേ. ഗുരുസ്വാമി എന്ത് ചെയ്യണമെന്ന് അത് ചെയ്യാനാ ബാക്കി. വന്ന ആൾക്കാർ ഈച്ചണ്ടോ ഈച്ചല്ലേ നോക്കില്ല, എണ്ണ ഇങ്ങനെ വാരി പോട്ടെ. എന്ത് ചെയ്യുമ്പോഴും സാധിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് ചെയ്യണത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ് ഉത്തമം. ഞാൻ സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിക്കട്ടെ, ഇത് തമാശയായിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മൾ തമ്മിൽ ഞാൻ ഇപ്പൊ ഒരു 1.5 മണിക്കൂർ ഇതിന്റെ മുകളിൽ ഇരിക്കണമെന്നുള്ളത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരുമിച്ചിരിക്കണം. കാരണം ഈ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ കാണിക്കണത് എന്തിനാ? ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറില്ലേ ചില ആൾക്കാർ? ഇങ്ങനെ കാണിക്കണോ? ഇങ്ങനെയെങ്കിലും ചെയ്യാറുണ്ടല്ലോ, തൊട്ട് നെറുകിൽ വെക്കുക. എന്താ അതിന്റെ ഉദ്ദേശം? എന്നിട്ടാണ് ഞാൻ ശാസ്താവിനെ കുറിച്ച് ഇവിടെ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ നിങ്ങൾ തിരുമേനിയോട് ചോദിക്കുക. നാളെ എല്ലാവരും അമ്പലത്തേക്ക് വരുമല്ലോ, എന്തായാലും വരുമല്ലോ, ആഘോഷം ഉണ്ടല്ലോ. ഇപ്പൊ തിരുമേനിയോട് ചോദിക്കുക, തിരുമേനി ഇങ്ങനെ ആക്കണം എന്തിനാ? അപ്പൊ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. ഇത് ഞാൻ പറഞ്ഞു തരാത്തത്, എനിക്ക് പറയാൻ അതിന്റെ അറിവിൽ ഞാൻ അഹങ്കരിച്ചത്. നിങ്ങൾ അറിവ് അന്വേഷിക്കുക എന്നുള്ളതാണ് ശാസ്താവിന് ഏറ്റവും താല്പര്യമുള്ള വിഷയം. ഞാൻ പറഞ്ഞു, ഭഗവാൻ സ്പൂൺ ഫീഡ് ചെയ്യണ ആളല്ല. നമ്മൾ അധ്വാനിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് അറിവിന്റെ ഒരു മഹാസമുദ്രം ഇങ്ങനെ തുറന്നു തരും. ഒരു കാലം മുമ്പിലേക്ക് വെച്ചാൽ, ഒറ്റക്കാലം. നിങ്ങൾ ചിന്തിക്കാത്തത്ര ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ തുറന്നു തരും. പക്ഷെ ആദ്യത്തെ ആ കാല് വെക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ എന്തായാലും ഈ കൊച്ചുകടത്തും വലിയ കടത്തേക്ക് ആരായിക്കോട്ടെ, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ആലപ്പുഴ ജില്ലയില് മുഹമ്മ എന്ന് പറയുന്ന പ്രദേശത്ത് ചീരപ്പൻചിറ എന്ന് പറഞ്ഞൊരു കളരി ഉണ്ട്. ആരെങ്കിലും പോയിട്ടുണ്ടോ ഇവിടെ? ആരെങ്കിലും സ്വാമിമാര്, ബാക്കിലിരിക്കുന്ന സ്വാമിമാരെങ്കിലും പോയിട്ടില്ലേ? ഇതൊക്കെ നമുക്ക് നമ്മുടെ തീർത്ഥാടനത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഞാൻ എന്റെ സജഷൻ ആയിട്ട് പറയാണ്, സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വാമിയോട്, നമ്മുടെ അയ്യപ്പനോട് നമുക്കുള്ള സ്നേഹം കുറെ കൂടി കൂടും. കഥ അനുസരിച്ച് നോക്കൂ, ഈ മഹിഷി വധ അല്ലാത്തൊരു പാരമ്പര്യം ഭഗവാൻ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ശാസ്താവ് എന്തിനു അവതരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളത് മഹിഷിയായിട്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അയമെ കൊല്ലാൻ വേണ്ടി ഭഗവാൻ വന്നു, പുലിപ്പാലിന് പോയപ്പോ കൊന്നു. ആയിക്കോട്ടെ, ആ കഥ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പുറത്തൊരു കഥ പറയാനുള്ളത്, പാണ്ഡ്യരാജാവിന്റെ മകനാണ് മണികണ്ഠൻ. രാജശേഖര പാണ്ഡ്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്. പാണ്ഡ്യന്മാരുടെ ശത്രുക്കളായിരുന്നു ചോളന്മാർ. നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മണിരത്നം സാർ സംവിധാനം ചെയ്തിട്ടുള്ള പൊന്നിയൻ സെൽവൻ എന്നുണ്ട് സിനിമ ആണ്. അതിൽ ചോളന്മാരും പാണ്ഡ്യന്മാരും തമ്മിലുള്ള അടിയാണ്. അപ്പൊ ഈ ഉദയനൻ എന്ന് പറഞ്ഞൊരു കാട്ടുകൊള്ളക്കാരനെ ചോള രാജാക്കന്മാര് പന്തളത്തേക്ക് അയച്ചു, അല്ലെങ്കിൽ പന്തളം രാജാവിന്റെ പരിധിയിലേക്ക് അയച്ചു. അദ്ദേഹം അവിടെ വലിയ തരത്തിൽ കൊള്ള നടത്തി. ഈ ഉദയനൻ എന്ന് പറഞ്ഞ കൊള്ളക്കാരൻ അക്കാലത്ത് നിലനിന്നിരുന്ന ശബരിമല ക്ഷേത്രം അദ്ദേഹം തല്ലിപ്പൊളിച്ചു. അന്നേ ശബരിമല ഉണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളത് ഭഗവാൻ പുലിപ്പാലുമായിട്ട് വന്നിട്ട് ഒരു അസ്ത്രം അയച്ചു, അവിടെ പന്തളം രാജാവിനോട് അമ്പലം ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. അങ്ങനെയല്ല, ആ അമ്പലം അവിടെ മുമ്പേ ഉണ്ട്, പന്തളം രാജാവ് അതിനെ വീണ്ടെടുക്കുകയാണ് ചെയ്തത്. ഈ ഉദയനൻ എന്ന് പറഞ്ഞ കൊള്ളക്കാരനെ നിഗ്രഹിക്കാനും ശബരിമലയെ പുനരുദ്ധരിക്കാനുമാണ് അത്ര ഭഗവാൻ അവതരിച്ചത്. അങ്ങനെ കഥ ഉണ്ട്, അങ്ങനെ വീക്ഷണുണ്ട്. അപ്പൊ പന്തളത്തുനിന്ന് ഭഗവാൻ ഉദയനെ കൊല്ലാനായിട്ടുള്ള പടം നീക്കം തുടങ്ങിയ സമയത്ത് ഭഗവാന്റെ സുഹൃത്തായിട്ടുള്ള കൊച്ചുകടുത്ത എന്ന് പറയുന്ന യോദ്ധാവ് പറഞ്ഞു അത്രേ, ഈ ഉദയനൻ എന്ന് പറഞ്ഞ ആൾക്ക് പൂഴിയംഗം അറിയാം, പൂഴിക്കടകൻ. ഇപ്പൊ കുമാര, പൂഴിയംഗം പഠിക്കാതെ അദ്ദേഹത്തിന്റെ കൂടെ യുദ്ധം ചെയ്യുന്നത് അപകടമാണ്. പോയി പൂഴിയംഗം പഠിക്കാനായിട്ട് സ്വാമി വരാൻ ഉദ്ദേശിക്കുന്നത് ഈ കോഴിക്കോട്ടേക്കാണ്, ഇവിടേക്ക്, കടത്തനാട്ടിൽ. പക്ഷെ വരണ വഴിക്ക് ആലപ്പുഴ എത്തിയ സമയത്ത് സ്വാമിയോട് തന്റെ സുഹൃത്തായിട്ടുള്ള വെളുത്ത എന്ന് പറയുന്ന യുവാവ് പറഞ്ഞത്ര, ഇതിനായിട്ട് കോഴിക്കോട് വരെ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ ഒരു കളരി ഉണ്ട്, ഇവിടെ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ഉള്ള ഒരാൾ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു, കോഴിക്കോട്ടുള്ള ഒരാൾ, ചീരപ്പഞ്ചിറ കളരിയിലെ മൂപ്പൻ.
അദ്ദേഹത്തോട് പോയിട്ട് ഭഗവാനാണെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പന്തളത്തെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടല്ല, ഞാനൊരു വഴിപോക്കനാണ്, എനിക്ക് അടവ് പഠിക്കണം താല്പര്യമുണ്ട്, പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. പഠിപ്പിച്ചു കൊടുത്തു. പഠനം പൂർത്തിയായപ്പോ പറഞ്ഞു ഈ പൂടി അംഗം എന്ന് പറയുന്ന അടവ് പഠിപ്പിച്ചു തരണം. അദ്ദേഹം പറഞ്ഞു വെരി സോറി, ഞങ്ങളിത് അടുത്ത തലമുറയിലുള്ള ആൾക്കാർക്കല്ലാണ്ട് വേറെ ആർക്കും പഠിപ്പിച്ചു കൊടുക്കില്ല പുറത്തേക്ക്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള അടുത്ത തലമുറയിലുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ ഭഗവാൻ ഓക്കെ ഹെൽപ്ലെസ് ആണ്. പക്ഷെ ആ മൂപ്പന്റെ മകളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ലളിതാംബിക അല്ലെങ്കിൽ പൂങ്കുഴലി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് ആ അടവ് അറിയാമായിരുന്നു എന്നും ആ പെൺകുട്ടി ഭഗവാന് അത് പഠിപ്പിച്ചു കൊടുത്തു എന്നും അതിനുശേഷം ഭഗവാനോട് ആ പെൺകുട്ടി പ്രണയാഭ്യർത്ഥന നടത്തിയെന്നും കഥയുണ്ട്. അങ്ങനെയാണ് ഇത്ര ഭഗവാൻ അത് പഠിച്ചത് ആ പെൺകുട്ടി. ഇന്നും നിങ്ങൾ അവിടെ പോയാൽ ഭഗവാന്റെ കച്ച ഈ അരക്കെട്ടിൽ ചുറ്റണ സാധനം നിങ്ങൾക്ക് ഇന്നും പോയാൽ കാണാം. നേരത്തെ പുത്തൻമാളികയിൽ ഭഗവാൻ വെച്ചുപോയ പോലത്തെ ഒരു വാളിന്റെ ഒരു കോപ്പി ഭഗവാൻ ഉപയോഗിച്ചിരുന്ന വാള് ആ കളരി ഉപയോഗിക്കുന്ന സമയത്ത് ഇന്നും നിങ്ങൾക്ക് അവിടെ കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയ്യപ്പൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കാണാനും പിടിക്കാനും നമസ്കരിക്കാനും നുള്ളാനും പിച്ചാനൊക്കെ പറ്റുന്ന പോലെ ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ നടന്നു വന്ന ആളാ. ഏതോ പ്രാചീന കാലത്ത് സഞ്ചരിച്ച ഒരാളെ കുറിച്ചല്ല, കുറച്ചൊരു 500-600 വർഷം പുറകിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചൈതന്യത്തിന്റെ കൂടുതൽ, ആ ചൈതന്യത്തിന്റെ പ്രസരിപ്പ് നമുക്ക് നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും കാണാം. ഏത് ഗ്രാമം നിങ്ങൾ നോക്കിയാൽ അവിടെ ഒരു ശാസ്താവ് ഉണ്ടാവും, ഒരയ്യപ്പൻ എവിടെയും ഉണ്ടാവും. ഇവിടെ നമുക്കും നമ്മുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ അമ്പലം കിട്ടി. അവിടെ ഭഗവാൻ കളരി പഠിച്ചിരുന്ന സ്ഥലം ഇന്ന് അമ്പലമാണ്. അതിന്റെ പേര് മുക്കാൽ വട്ടം അയ്യപ്പ ക്ഷേത്രം എന്നാണ്. നിങ്ങൾ പോകണം എപ്പോഴെങ്കിലും ഒക്കെ. ഇങ്ങനെ ഇരിക്കുന്ന അയ്യപ്പനൊന്നുമല്ല. പോയി കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി വൃത്തിയാക്കി ഒരു ട്രാവലറൊക്കെ ബുക്ക് ചെയ്ത്, അത് പ്രത്യേകിച്ച് AC ആവണം നിങ്ങൾക്ക് നിർബന്ധമാണ്, അതിൽ സ്റ്റീരിയോ വേണം, അതിൽ പമ്പ ഗണപതി ഇപ്പൊ നന്ദഗോവിന്ദ കേട്ടാ ഞങ്ങൾ പോയാറുള്ളത്. അങ്ങനെ അല്ലാത്തൊരു പോക്ക് ഉണ്ടായിരുന്നു ശബരിമലയ്ക്ക്. അത് പോയ ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടാവും. പോയാൽ തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ലാത്തൊരു ശബരിമല ഉണ്ടായിരുന്നു. നടന്നു പോകേണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നടന്നു പോയാൽ തന്നെ വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, കുഴഞ്ഞു വീണ് മരിച്ച ആൾക്കാരുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം ജീവൻ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. വലിയ തരത്തിൽ കൊള്ള സങ്കേതങ്ങളുടെ കേന്ദ്രമായിരുന്നു ശബരിമല ഉൾപ്പെടുന്ന മലപ്രദേശം. അവിടെ അവരുടെ ആക്രമണം കൊണ്ട് മരിച്ചുപോയ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ പോയ ആൾക്കാർ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പും ഇല്ലാത്ത ഒരു ശബരിമലക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് തന്റെ വീട്ടിലെ പുരുഷന്മാർ കെട്ട് നിറച്ച് ഭഗവാനെ കാണാൻ പോയ സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്ന സ്ത്രീകൾ നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കെടാവിളക്ക് കത്തിച്ചിട്ട് അതിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കത്രേ. അവിടെ ചെല്ലുന്ന ഭക്തന് ഭഗവാൻ ഉള്ളിൽ തോന്നിക്കത്രേ, സ്വാമി ഇവിടെ എത്തിയത് എന്റെ അനുഗ്രഹം കൊണ്ടും സ്വാമിയുടെ വ്രതത്തിലുണ്ടായിട്ടുള്ള മഹാത്മ്യം കൊണ്ട് മാത്രമല്ല, സ്വാമി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഒരു പെണ്ണ് വീട്ടിലിരുന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ ഭർത്താവിനെ നോക്കിക്കൊള്ളണേ, അവളുടെ പ്രാർത്ഥന കൂടി ഞാൻ കേട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾക്ക് ഭഗവാൻ തരുന്ന കൺസിഡറേഷൻ നിങ്ങൾ മനസ്സിലാക്കും അമ്മമാരെ. 10 വയസ്സുള്ള ഒരു കുട്ടിയെ തൊട്ടിട്ട് 99, 108, 120 വട്ടവർ എത്രയും മുകളിലേക്ക് ആയിക്കോട്ടെ, അത്രയും പ്രായമുള്ള അമ്മമാരെ അടക്കം 10 വയസ്സുള്ള കുട്ടി, ചില 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ അമ്മയെന്ന് വിളിക്കുന്ന ഒരു ഈശ്വരൻ ലോകത്തുണ്ടെങ്കിൽ അയ്യപ്പൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ കൊടുക്കുന്ന പൊസിഷൻ എവിടെയാണ് സ്ത്രീകൾക്ക്? എന്നിട്ട് ആ ഭഗവാനെയാണ് നമ്മൾ സ്ത്രീകളുടെ ഒരു ശത്രുവായിട്ട് കാണുന്നത്. അത് ഭഗവാനോട് ചെയ്യുന്ന എത്ര വലിയ ദ്രോഹമാണെന്ന് അറിയും. നിങ്ങൾ ഭൂതാസർവസം വായിക്കൂ. ഭഗവാൻ ഈ പുലിപ്പാലിനായിട്ട് പോവാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഭഗവാന്റെ അച്ഛൻ ഭഗവാനോട് പറയണ വാക്കുണ്ട്, ഉണ്ണി നിന്റെ ഈ കോമളമായിട്ടുള്ള മേനി, ഈ പുലി എന്ന് പറയുന്ന മൃഗം നമുക്ക് ഇണങ്ങുന്നതല്ല, അതിന്റെ പാലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംഭവ്യാണ്. അങ്ങനെയുള്ള ഒരു പുലിയുടെ ദേഹത്തിന്റെ അടുത്തേക്ക് നീ പോയി കഴിഞ്ഞാൽ നിന്റെ ഈ മനോഹരമായിട്ടുള്ള ഈ ദേഹം പുലി കടിച്ചു തിന്നുന്നത് ഞാൻ കണ്ടുവരും. ആ ഗതികേട് നീ അച്ഛൻ ഉണ്ടാക്കല്ലേ എന്നാ പറയാ. അപ്പൊ ഭഗവാൻ ഇരിക്കണടത്തുനിന്ന് എണീറ്റത്ര സംസാരിച്ചത് അത് കേട്ടിട്ട് ഉള്ളിലുണ്ടായ രോഷം. അച്ഛന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, മണികണ്ഠനെ നിങ്ങൾക്ക് കാണാം, അച്ഛൻ ഇപ്പൊ പറഞ്ഞ ഈ വേദന ഉണ്ടല്ലോ, ഈ പുലി കടിച്ചു തിന്നുമ്പോ എന്റെ ശരീരത്തിൽ ഉണ്ടാവണ വേദന, അതിന്റെ 1000 ഇരട്ടി എന്റെ അമ്മ കിടന്ന് അനുഭവിക്കുമ്പോ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അച്ഛൻ ചിന്തിക്കേണ്ടതാണ്. ഭഗവാൻ അറിയാത്തതല്ല അത് കള്ളമായ വേദനയെന്ന്. പക്ഷെ അമ്മ എന്നുള്ള വാക്കുകൊണ്ട് വിളിച്ചോടുകൂടി ആ കമ്മിറ്റ്മെന്റ് ഭഗവാൻ വന്നിട്ടുണ്ട്.
ആ അമ്മയായിട്ടാണ് ഭഗവാൻ നിങ്ങൾ എല്ലാരെയും കാണുന്നത്. ഇവിടെയുള്ള 10 വയസ്സുള്ള കുട്ടി തൊട്ട് എത്ര പ്രായമുള്ള ആൾ നിങ്ങളുടെ ഇടയിലുണ്ടോ അത്ര ആളുകളെ. അപ്പൊ നിങ്ങൾ ഈ അകത്ത് പോയി കാണുന്നത് നിങ്ങളുടെ സ്വന്തം കുട്ടികൾ വിചാരിച്ചാൽ മതി. നിങ്ങളുടെ കുട്ടി കല്യാണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്, ഒരു പേരക്കുട്ടിയുണ്ട്, ആ അമ്പലത്തിനകത്തിരിക്കണം. അദ്ദേഹത്തിന് വേണ്ടത് നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമല്ലേ? അതേ നിങ്ങൾ ചെയ്യേണ്ടത്. അമ്മമാരോട് ഭഗവാനുള്ള വാത്സല്യം മനസ്സിലാക്കിയാൽ നമ്മൾ ഒരിക്കലും ഭഗവാൻ ഒരു സ്ത്രീ വിരോധിയായിട്ട് കാണില്ല. ഇനി നിങ്ങൾക്ക് ഇനിയും തോന്നുകയാണ്, പല അമ്മമാരും എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, വ്യാസൻ ഈ 10 വയസ്സിന് മുമ്പ് പോയത് ഓർമ്മയില്ല, ഇനി 59 വയസ്സ് കഴിഞ്ഞാൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല എന്ന്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്. ഇനി അങ്ങനെ ചിന്തയുള്ള ആൾക്കാർ ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കഷ്ടപ്പെടണം. ഇവിടെ നേരെ കോഴിക്കോട് പോയിട്ട് KSRTC പോയി കൊട്ടാരക്കര പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ പന്തളത്ത് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഇറങ്ങാം. അവിടെ പോയിട്ട് പന്തളം കൊട്ടാരത്തേക്ക് പോവുക. കൊട്ടാരത്തിൽ പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും തമ്പുരാട്ടിമാരെ കണ്ടിട്ട് പറയാം, നിങ്ങളുടെ അയ്യപ്പൻ എന്തൊരു സാധനമാണ്, ഞങ്ങളെ പോലുള്ള ആൾക്കാർ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാനൊക്കെ കുട്ടിയാവാൻ പോയതാ, ഇപ്പൊ തന്നെ എനിക്ക് മുട്ടുവേദന തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് പോകാൻ പറ്റുന്ന ആര് കണ്ടു? അതുകൊണ്ട് നിങ്ങൾ അയ്യപ്പൻ ഇങ്ങനൊരു ചതി ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ അവരോട് പറഞ്ഞാൽ നിങ്ങൾ അവർ നമസ്കരിക്കും, നിങ്ങളുടെ കാലിൽ വീഴും. അപ്പൊ അവരെ എണീപ്പിച്ച് നിർത്തി ഞങ്ങൾ അവരോട് പറയും, ഈ കുടുംബത്തിൽ വന്ന് ജനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് 10 വയസ്സിന് മുമ്പും പോകാൻ പറ്റില്ല, 50 വയസ്സ് കഴിഞ്ഞാലും പോകാൻ പറ്റില്ല. അങ്ങനെ നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം ഭഗവാൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടുകാരല്ലേ കാണിക്കേണ്ടത്? ഞങ്ങളുടെ വീട്ടുകാരൊക്കെ വന്നോട്ടെ, നിങ്ങൾ വരണ്ട, അങ്ങനെയാണോ? നമുക്ക് അപ്പോഴെങ്കിലും പോകാനുള്ള ലൈസൻസ് ഉണ്ട്. പന്തളം താഴ്വടിയിൽ ഒരു പെൺകുട്ടി വന്ന് ജനിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ല. ജീവിതത്തിൽ അങ്ങനെ കാണാം, അവിടെ ആളുണ്ട്, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഭാഗ്യത്തെ ഭഗവാൻ തരുന്ന കൺസിഡറേഷൻ ആയിട്ട്, ഭഗവാൻ തരുന്ന ഒരു ഭാഗ്യമായിട്ട് കണ്ട് ആസ്വദിക്കുക. ദയവായിട്ട് അദ്ദേഹത്തെ സ്ത്രീ വിരോധിയായിട്ട് ചിത്രീകരിക്കാതിരിക്കുക. ഇനിയിപ്പോ മറ്റേ സാധനം ഉണ്ടല്ലോ, അതുകൂടെ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ കന്യയ്യപ്പന്മാര് വരാത്ത കാലത്ത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്നൊന്നും മൂപ്പര് ആരോടും പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ കഥ കേട്ടിട്ടുള്ളത്, കഥയല്ല, നിങ്ങളെ ആൾക്കാർ തന്നെ പല ആൾക്കാരത് കേട്ടിട്ടുണ്ടാവും, ഈ മാളികപ്പുറത്തമ്മ എന്ന് വിളിക്കണ ഭഗവതി ഈ മകരവിളക്ക് കാലത്ത് ശരംകുത്തിയിലേക്ക് അയമ്മ പോണു. അപ്പൊ അവിടെ പോയിട്ട് അയമ്മ ഇങ്ങനെ നോക്കുമ്പോ ശരക്കോഴികൾ നിറങ്ങിയ ശരംകുത്തി കാണുന്നു. അപ്പൊ അയമ്മയ്ക്ക് തോന്നുന്നു കുറെ കന്യാസ്വാമിമാര് വന്നിട്ടുണ്ട്, ഈ കൊല്ലം എന്റെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അയമ്മ വീണ്ടും തിരിച്ച് മാളികപ്പുറത്തേക്ക് ഇങ്ങനെ പോണു. അപ്പൊ പോണ സമയത്ത് വലിയ പ്രതീക്ഷയിൽ കൊട്ടും ഘോഷമൊക്കെ ആയിട്ടാണ് പോയത്. അവിടെ പോയിട്ട് ഈ ശരമൊക്കെ കണ്ടപ്പോ തിരിച്ചുള്ള എഴുന്നള്ളിപ്പ് വളരെ സൈലന്റ് ആണ്. കിട്ടണല്ലോ ഈ സാധനം, ഈ വേർഷൻ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പൊ ഈ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന്, ഇപ്പൊ ഈ കരുശ്ശേരിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഒരു മാളിയപ്പുറവും ഒരു കന്യയ്യപ്പനും പോയിട്ട് ഈ ശാസ്താവിനെ കണ്ട്, സ്വാമിയെ കണ്ടിട്ട് തിരിച്ച് ഗണപതി ഭഗവാൻ നാഗങ്ങളെയൊക്കെ തൊഴുത് മാളികപ്പുറത്ത് എത്തിയിട്ട് അമ്മേ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ആ ഭഗവതി എന്ത് മെന്റാലിറ്റിയിൽ അവരെ കാണേണ്ടത്? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ദുഷ്ട, നീയൊന്നും വന്നില്ലാതെ ഞങ്ങൾ ഹാപ്പി ആയിരുന്നുണ്ടോ? അങ്ങനെയാണോ നമ്മൾ ഭഗവതിയെ ചിത്രീകരിക്കേണ്ടത്? നേരത്തെ ആ കുട്ടി ചോദിച്ച ചോദ്യമില്ലേ, കള്ളസത്യം ചെയ്തു കൊടുത്ത ആളാണോ ഭഗവാൻ എന്ന് നല്ല ഭാഷയിൽ ചോദിച്ച. 1970s പുറത്തിറങ്ങിയ ഒരു സിനിമയുടെ പൊട്ട സ്ക്രിപ്റ്റും വിശ്വസിച്ചുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഇരിക്കല്ലേ. അങ്ങനെ കള്ളസത്യം ചെയ്തു കൊടുക്കുന്ന ആളായിട്ട് ഭഗവാനെ ചിത്രീകരിക്കല്ലേ. മറ്റ് പല ആളുകൾക്കും വെള്ളപ്പൊക്കം വരുന്ന സമയത്തും കൊറോണ സമയത്തും ഈ സമയത്ത് സ്വാമിയുടെ അടുത്തേക്ക് ആരും വന്നില്ലോ, കല്യാണം കഴിഞ്ഞു എന്നുള്ള വ്യാഖ്യാനത്തിന് ഏടെ ഉണ്ടാക്കാതിരിക്കട്ടെ. ഭഗവാൻ അമ്മയായിട്ട് കാണുന്ന മൂർത്തിയാണ് മലയോത്സവ, സ്വന്തം അമ്മ. ഷീസ് ഗിവിംഗ് ഡിവൈൻ റെസ്പെക്ട് ടു ഹർ. അത്രയധികം ആദരവാണ്. സ്വാമിയിൽ നിന്ന് പഠിക്കേണ്ടത്, ഗുരുവായൂരപ്പനിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, സ്വന്തം നാട്ടിൽ അമ്പലം നോക്കാനാവും. ഗുരുവായൂരപ്പൻ സ്വന്തം നാട്ടിൽ അമ്പലം ഗംഭീരമായിട്ട് നോക്കുന്ന ആളാ. അത് ഗുരുവായൂർ അമ്പലം ഒന്നുമല്ല. ഗുരുവായൂരപ്പന് പ്രസിദ്ധമായിട്ട് ഒരു സെയിങ് ഉണ്ട്, ആന ചോരണ സ്ഥലമാണ് ഇവിടെ, ഇവിടെ കടുക് ചോരണേനെ കണക്കെടുക്കരുത്. പണ്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യസ്ഥന്റെ അടുത്ത്. 4-5 കുട്ടികൾ പഴം കട്ടതിന് അവരെ പിടിച്ച് ഓടിപ്പിച്ചു. അപ്പൊ ആ കുട്ടികളുടെ കൂടെ ഭഗവാൻ ഓടിയതാണ് കഥ. അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ആചാരം എന്ന് പറഞ്ഞു തരും. ചില കുട്ടികൾ പണം മോഷിച്ച് പഴം വാങ്ങിയപ്പോ 3 കുട്ടിയുള്ളൂ എന്നുണ്ടെങ്കിലും 4 പഴം വാങ്ങിയിരുന്നവര് 1 പഴം ഗുരുവായൂരപ്പന് കൊടുത്തു. അപ്പൊ കട്ടതിന്റെ ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞപ്പോ ഭഗവാനും കൂടെ ഓടിയതാണ് അമ്പലത്തിന് ചുറ്റും.
കുട്ടികൾക്ക് രസമായി ഇത്രേ, ഒരു കുട്ടി ഇതാ മുമ്പിൽ ഓടുന്നു, ഞങ്ങൾ പുറകിൽ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഗുരുവായൂരപ്പനെ ടച്ച് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ നാളെ പോകുമ്പോ ഈ ശിക്ഷിച്ച ആൾക്ക് മാത്രം അത്ര കാണാൻ സാധിച്ച ആ കുട്ടിയെ തിരിച്ച് ശ്രീലകത്തേക്ക് ഇങ്ങോട്ട് കയറി പോണ സമയത്ത് മുഖത്തേക്ക് നോക്കിയിട്ട് ഭഗവാൻ പറഞ്ഞ ഡയലോഗ് അത്ര അത്, ആന ചോർന്ന സ്ഥലമാണ് ഇവിടെ, ഇവിടെ കടുക് ചോർന്നതിന്റെ കണക്കെടുക്കാൻ നിൽക്കരുത്. പോട്ടെ, അത് എനിക്ക് ഗുരുവായൂർ ദേവസ്വമായിട്ട് അതിശയം നല്ല ബന്ധമുണ്ട്, നിങ്ങളായിട്ടത് കളയരുത്. ഇപ്പൊ എന്തായാലും സ്വന്തം നാട്ടിലെ അമ്പലം നോക്കാൻ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഗുരുവായൂരപ്പൻ സ്വാമി. സ്വാമി സ്വന്തം നാട്ടിലെ അമ്പലം നന്നായിട്ട് നോക്കുന്നുണ്ട്, അതാണ് മലയപ്പുറത്തമ്മ. ഭഗവാൻ തന്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കി മലയിൽ എത്തിയ സമയത്ത് താൻ ആരാധിച്ചിരുന്ന ഭഗവതിയെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ്. ഒന്നാലും രാജകുടുംബം പറയുന്നത് മധുര മീനാക്ഷിയാണെന്നാണ്. ഭഗവാന്റെ പരദേവതയാണത് അയ്യപ്പസ്വാമിയുടെ. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അവിടെ നടക്കണ്ടല്ലോ കളമ്പാട്ട്, ഇതേപോലെ കളമ്പാട്ട് സന്നിധാനത്ത് നടക്കാറുണ്ട് മണിമണ്ഡപത്തില്. അവിടുന്ന് ഭഗവാൻ എഴുന്നള്ളിക്കും. ഇവിടെ നമ്മൾ കാണുന്ന ഈ ഭാവം ഉണ്ടല്ലോ, ഇത് ശാസ്താവാണ്. അയ്യപ്പന് നല്ലൊരു മീശ ഉണ്ട്, ചുരുട്ടിങ്ങനെ വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഈസ കാര്യമാണ്, അദ്ദേഹം ഒരു പോരാളിയായിരുന്നു, ക്ലീൻ ഷേവ് എന്നായിരുന്നു സ്വാമി. അപ്പൊ ഭഗവാന്റെ ഈ വിഗ്രഹം എഴുന്നള്ളിക്കും ഈ മണിമണ്ഡപത്തിൽ നിന്ന് 18-ാം പടിയിലേക്ക് വേട്ടയ്ക്കായിട്ട്. ആ പോണ സമയത്ത് മാളിയപ്പുറം ക്ഷേത്രം എവിടെന്നോ കാണുള്ളൂ, അടുത്ത് കൂടെ അല്ല പോയിട്ട്, പക്ഷെ കാണുന്ന സമയത്ത് അപ്പൊ അത് പിടിച്ചുകൊണ്ടിരിക്കുന്ന തിരുമേനി ആ വിഗ്രഹം ശരിക്കുന്നതാണ് നമുക്ക് 3 വട്ടം. അമ്മയെ മകൻ നമസ്കരിക്കണമെന്നുള്ള സങ്കല്പം. എന്നിട്ട് അയാളെ പിടിച്ചിട്ടാണ് നിങ്ങൾ ഫിയാൻസി കളിപ്പിക്കാൻ പോണത്. ഈ ധർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള കഥകൾ വിശ്വസിച്ച് പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആത്യന്തികമായിട്ട് അവഹേളിക്കപ്പെടുന്നത് നമ്മളൊക്കെ ജീവനോടെ സ്നേഹിക്കുന്ന സ്വാമിയാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഉത്തിഷ്ഠത ജാഗ്രത എന്ന്. ഇനിയെങ്കിലും ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ, ആ ഉണരാനുള്ള എനർജി തരേണ്ടത് ഇദ്ദേഹം തന്നെയാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിദ്യാരംഭമൊക്കെ ഇവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കുക. ഭഗവാൻ നല്ലൊരു ഗുരുനാഥനാണ്. നിങ്ങൾ ഓടണ്ട തൽക്കാലത്തേക്ക് മൂകാംബിയേക്കൊന്നും. അമ്മയുടെ അടുത്തേക്ക് പോവാം, അമ്മയെ കാണുന്ന സന്തോഷമാണ്. പക്ഷെ സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ ചോറ് കൊടുക്കുക, സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ എഴുത്തിനിരുത്തുക, സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ കല്യാണം കഴിഞ്ഞാൽ പോയി തൊഴുക എന്നുള്ളതൊക്കെ ഒരു വിശേഷമാണ്. അപ്പൊ സെൽഫി വിത്ത് കണ്ണനായിട്ട് ഗുരുവായൂരൊക്കെ ഓടാതിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ട് ഉദ്ദേശം. ഗുരുവായൂരപ്പനെ പോയി കാണാം, വളരെ നല്ലതാണ്. പക്ഷെ സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ഗുരുവായൂർക്ക് പോയാൽ മതി എന്ന് തോന്നുന്നു. കാരണം ഗുരുവായൂരപ്പൻ സ്വന്തം നാട്ടിലെ അമ്പലം നന്നായി നോക്കാനുള്ള സ്വാമിയെ പോലെ. സ്വാമി എങ്ങനെയാണോ മാളിയപ്പുറത്തമ്മയെ നോക്കുന്നത് അതുപോലെ ഗുരുവായൂരപ്പൻ നോക്കുന്ന ഒരാളുണ്ട് ഗുരുവായൂർ. ആരത്? നിങ്ങൾ ഗുരുവായൂരപ്പനെ തൊഴുത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോയി തൊഴുന്ന ആ ഭഗവതി ഉണ്ടല്ലോ, എടത്തിരികത്ത് കാവ് ഭഗവതി, അയാളെ കൂടെ പോയി തൊഴാനില്ലേ അമ്മ? ഗുരുവായൂരപ്പന്റെ പരദേവതയാണത്. കുംഭമാസത്തിൽ പൂയം നക്ഷത്രത്തിൽ 10 ദിവസം ഉത്സവം, അതാണ് ഗുരുവായൂരിലെ പതിവ്. ഒരു ഉത്സവമേ ഉള്ളൂ കൊല്ലത്തില്. എടത്തിരികത്ത് ഭഗവതിക്ക് 2 താലപ്പൊലിയുണ്ട്, കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കുറെ മുടിയൊക്കെ വളർത്തിയൊരു വെളിച്ചപ്പാട് ഈ കുങ്കുമത്തിന്റെ പറയൊക്കെ എടുത്തിട്ടാണ് ദേഹത്ത് കൂടെ കൊട്ടുന്നത്. അത് കൊല്ലത്തിൽ 2 തവണ നടത്തും. ആരെ നടത്തുന്നത്? ഒന്ന് പിള്ളേര് താലപ്പൊലി അതിന്റെ പേര് വെച്ചാൽ ഗുരുവായൂർ പ്രദേശത്തുള്ള ആൾക്കാരെ നടത്തുക. ഒന്ന് ആദ്യം അതാ നടക്കുക. കൃത്യം 1 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ നടക്കും. അതാണ് നടത്തുന്നത്, ഗുരുവായൂരപ്പൻ നടത്തുന്നത്. നാട്ടുകാർ നടത്താതിരിക്കും, ഐ ഡോണ്ട് കെയർ. പക്ഷെ എന്റെ നാട്ടിലെ അമ്പലത്തിൽ എന്റെ വകയുള്ള താലപ്പൊടി ഇടുന്നത് ഭഗവാൻ എളുപ്പമാണ്, ഷുവറാണ്. ആ കാര്യത്തിൽ അതിൽ കോംപ്രമൈസ് ചെയ്യില്ല ഗുരുവായൂരപ്പൻ. ദേവസ്വമാണ് നടത്തുക. ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവന്റെ സ്വത്താണ് നടത്തുന്നത്, ഗുരുവായൂരപ്പൻ നടത്തുന്നത്. 2 താലപ്പൊലി ആയമ്മയ്ക്കുള്ളത്, ഒന്ന് പിള്ളേര് വക താലപ്പൊലി, 2 ദേവസ്വം വക താലപ്പൊലി. ഒന്ന് നാട്ടുകാർ നടത്തുന്നു, ഒന്ന് ഭഗവാൻ സ്വയം നടത്തുന്നു. സ്വന്തം നാട്ടിലെ അമ്പലത്തിന് പ്രാധാന്യം കൊടുക്കാൻ ഗുരുവായൂരപ്പൻ നേരിട്ട് പറയുന്നുണ്ട്. സ്വന്തം നാട്ടിലെ അമ്പലത്തിന് പ്രാധാന്യം കൊടുക്കാൻ സ്വാമി പറയുന്നുണ്ട്. ഈ പ്രഭാഷണം തുടങ്ങിയ സമയത്ത് ഞാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മൾ കെട്ടിപ്പോക്കുന്നതേ നമ്മളും നമുക്ക് ശേഷം വരുന്ന തലമുറയും അനുഭവിക്കുള്ളൂ. ശാസ്താവ് വിദ്യാകാരകത്തുള്ള ആളാണ്, നന്നായിട്ട് പഠിപ്പിച്ചു തരും. ഇവിടെ എഴുത്തിനെടുത്ത് നിങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഞാൻ ചോദിച്ച സമയത്ത് ഈ പ്രതിഷ്ഠാദിന മഹോത്സവവും ഒപ്പം തന്നെ മണ്ഡലകാലമാണ് ഗംഭീരമായിട്ട് ആഘോഷിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ നവരാത്രിയും കൂടി മിനിമം വിജയദശമിയെങ്കിലും ഗംഭീരമായിട്ട് ആഘോഷിക്കുക. 364 ദിവസവും വിദ്യാരംഭമുള്ള ശാസ്താക്ഷേത്രം ഉണ്ട് കേരളത്തിൽ, മൂകാംബിക പോലെ. എവിടെയെന്ന് അറിയോ? ക്യൂ ആണ് എഴുത്തി നിർത്താൻ അയ്യപ്പന്റെ അടുത്ത്. ഏതമ്പലം? സ്വാമിയുടെ അമ്പലം, അയ്യപ്പന്റെ അമ്പലം, ശാസ്താക്ഷേത്ര, കേരളത്തിൽ പ്രസിദ്ധമായ ക്ഷേത്ര. ഏതാ? തിരുവുള്ളക്കാവ്. തിരുവുള്ളക്കാവ് ശാസ്താക്ഷേത്രം എന്ന് പറഞ്ഞാൽ എഴുത്തിന് ഇത്രയും കേവലമുള്ള ഒരു അമ്പലം പനച്ചിക്കാട് മൂകാംബികയും തിരുവുള്ളക്കാവ് ശാസ്താവും, അത്രയും പ്രാധാന്യം കേരളത്തിൽ.
നിങ്ങൾക്ക് ഏത് ദിവസവും പോയി വിദ്യാരംഭം നടത്താം, മൂകാംബിയുള്ള പോലെ. ഏതോ 1-2 ദിവസം അവിടെ ഉത്സവവും കർത്തവാവും അങ്ങനെ എന്തൊക്കെ കുറച്ച് 1-2-3 ദിവസങ്ങളിലൊക്കെ ഉള്ളൂ. ഞാൻ അമൃത ടിവിയിൽ ആ അമ്പലത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവിടെ നമ്പൂരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവരും കളിയാക്കും, ബിക്കൻ ബിക്കൻ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. ബോഡി ഷേമിംഗ് ഇന്നത്തെ കാലത്തിൽ. അദ്ദേഹത്തിന് മടുത്തിട്ട് അദ്ദേഹം ഭഗവാനോട് പറഞ്ഞിട്ട് കുറെ കരഞ്ഞു അത്രേ, എന്നെ ഇങ്ങനെ ജനിപ്പിച്ചല്ലോ എന്ന്. ആരോട്? തിരുവള്ളക്കാവ് ശാസ്താവിനോട്. കരഞ്ഞിട്ട് പുറത്തിറങ്ങാൻ നോക്കിയ സമയത്ത് ഭയങ്കരമായിട്ടുള്ള മഴ. അപ്പൊ അദ്ദേഹം പുറത്തിറങ്ങിയില്ല, അമ്പലത്തിന്റെ ഉള്ളിൽ തടപ്പള്ളിയിൽ പോയി ഇരുന്നു അത്രേ. അപ്പൊ അവിടെ ഒരു പഴം കണ്ടു, കദളിപ്പഴം. അതെടുത്ത് കഴിച്ചു. എന്നിട്ട് അവിടെ ഈ മഴ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര തണുപ്പുള്ളത് കൊണ്ട് അദ്ദേഹം അടുപ്പ് കത്തിച്ചു വിറകെടുത്തിട്ട്. എന്നിട്ട് അതിന്റെ തീ കാഞ്ഞിട്ട് അവിടെ കിടന്നുറങ്ങി. ഇയാൾ സംസാരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അമ്പലം തുറന്നിട്ട് മേൽശാന്തി ഇയാൾ കിടന്ന് ഉറങ്ങണ കണ്ടപ്പോ ഇയാളെ വിളിച്ചുണർത്തിയിട്ട് എന്തിനാ അവിടെ കടന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഒരു ശ്ലോകാത്ര ചൊല്ലിയെന്നു. പല ആൾക്കാരും കേട്ടിട്ടുണ്ടോ അത്? അത് ഒറ്റ വാക്കുകൊണ്ട് അദ്ദേഹം അവിടെ എന്താ ചെയ്തെന്ന് പറഞ്ഞു. അദ്ദേഹം ഞാൻ എന്റെ ഓർമ്മയെന്ന് പറയണ കേട്ടോ. എന്താ? വിറകെടുത്താൻ വിറകെടുത്തു, വിറകെടുത്തു, വിറകെടുത്തി എന്നാണ് പറഞ്ഞത്. ചാൽ ഞാൻ തണുത്തിട്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണോ, ആ വിറ നിൽക്കാനായിട്ട് ഞാൻ ഈ വിറകെടുത്തു. ആ വിറകെടുത്തപ്പോ വിറകിട്ടു എന്ന് ചാൽ വിറക്കൽ നിന്നു. ഒറ്റ വാക്കുകൊണ്ട് ശ്ലോകം എഴുതിയെന്ന. അതോടുകൂടി അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം മനസ്സിലായിത്രേ. തമാശയായിട്ട് കൂട്ടിയാൽ മതി, ഇത് അവിടെ ഉള്ള ചരിത്രമാണ്, ഞാൻ പറഞ്ഞതല്ല. അപ്പൊ ഇയാൾക്ക് എവിടുന്നാണ് ഈ പാണ്ഡിത്യം ഉണ്ടായത് എന്ന് നോക്കിയപ്പോ ഇയാൾ പറഞ്ഞു അത്ര, ഇങ്ങനെ തടപ്പള്ളിയിൽ നിന്ന് ഒരു പഴം കിട്ടി, ആ പഴം കഴിച്ചോടുകൂടി എന്റെ ബുദ്ധി ശരിയായി. ശാസ്താവിന്റെ നമ്പറാ. അപ്പൊ ഇത് കേട്ടിട്ട് ഒരു വാരസ്യം ഉണ്ടായിരുന്നത്ര അവിടെ. ആമയ്ക്ക് തോന്നുത്ര പഴം കഴിച്ചാൽ ബുദ്ധി ഉണ്ടാവുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി ആവാസിട്ട് ആയമേ ഓടിത്ര തടപ്പള്ളിക്ക്. അപ്പൊ അവിടെ പഴമൊന്നും കിട്ടിയില്ല. പക്ഷെ എന്തുണ്ടായിരുന്നു? പഴം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇദ്ദേഹം തലേ ദിവസം കഴിച്ച പഴത്തിന്റെ തൊലി അവിടെ ഉണ്ടായിരുന്നു അത്രേ. അയമ്മ അതെടുത്ത് കഴിച്ചു, അയമ്മയ്ക്കും കിട്ടി പാണ്ഡിത്യം. ഇത് തമാശ കഥയായിട്ട് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ തിരുവള്ളക്കാവ് പോകും, ഇന്നും എഴുത്തിനിരുത്തുന്നത് ആ വാരസ്യാരുടെ പാരമ്പര്യത്തിലുള്ള ആൾക്കാരാ. അത് കഥയായിട്ട് ഇങ്ങനെ ഐതിഹ്യമായിട്ട് കേട്ട് രസമാണ്, കഥയൊക്കെ കേൾക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ശാസ്താവ് വിദ്യാകാരകത്വമുള്ള മൂർത്തിയാണ്, പഠിപ്പിക്കുന്ന ആളാണ്, ഗുരുനാഥനാണ്. ഏറ്റവും വലിയ ആത്മവിദ്യ എന്ത്? നീ ഞാനും തമ്മിൽ ഭേദഭാവമില്ല എന്നുള്ള ഏറ്റവും വലിയ അറിവ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. എന്തന്വേഷിച്ചു വന്നോ അത് നിന്നിൽ തന്നെയാണെന്ന് ഇപ്പൊ നേരത്തെ ഇവിടെ ശ്രീധേട്ടൻ പറഞ്ഞില്ലേ, അത് ലോകത്തിന് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവിടെ എല്ലാരും സ്വാമിമാരാ. പോലീസും സ്വാമിയാണ്. പണ്ടൊക്കെ കഴുതകളെ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനുള്ള നേദ്യവസ്തുക്കൾ മലയ്ക്ക് മുകളിൽ കയറ്റി വയ്ക്കുമ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ട് കഴുത സ്വാമി പോണു, അത് സ്വാമിയാ. പ്രപഞ്ചം മുഴുവൻ സ്വാമിയാണ് അവിടെ, സ്വാമി അല്ലാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെയുള്ള ആ ഭഗവാനെ നിങ്ങൾക്ക് ഇതാ ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഒന്ന് വിളിച്ചാ കേൾക്കണ ദൂരത്ത്, ഒന്ന് ഓടിച്ചെന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത്, ഒന്ന് മാറോ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാത്ത പരുവത്തിൽ ഏതൊരു ഭഗവാനെ കുറിച്ചാണോ മേൽപ്പത്തൂര് ദുർലഭ്യ വസ്തു എന്ന് നാരായണീയത്തിൽ എഴുതിയത്, അതുപോലെ ആ ദുർലഭ്യ വസ്തുവായിട്ടുള്ള സ്വാമി സുലഭമായിട്ട് ഇതാ ഇവിടെ നമ്മുടെ അടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ പരമാവധി സന്തോഷിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്കായുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ. ആ ഭഗവാനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ടൊന്നും പറഞ്ഞു തീരാവുന്ന ഒരു സ്വാമിയുടെ ഒരു 0.5% പോലും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്കിലും നിങ്ങൾ ആരെയാണ് ഈ പോയി തൊഴുന്നത് എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, എങ്കിലും നോക്കിയാൽ ഏതാണ്ട് ഒരു രൂപം കാണുന്ന പരുവത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാനെ നിങ്ങൾ പോയി നന്നായിട്ട് നമസ്കരിക്കുക. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിനടക്കം ശാസ്താവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സങ്കല്പം കാവൽക്കാരൻ എന്നുള്ളതാണ്. സെക്യൂരിറ്റി ഗാർഡ്. ഒരു ദേശത്തിന് മുഴുവൻ കാവലാണ് ഭഗവാൻ. 4 മലകളിലാണ് ഭഗവാന്റെ സാന്നിധ്യം പറയും. ഒന്ന് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണും, 2 പേര് എനിക്ക് ഓർമ്മയുള്ളൂ. ഒന്ന് അകമലയാണ്, ഈ ചെറുതുരുത്തി ഷൊർണൂർ റൂട്ടിൽ കാണാം അമ്പലം. പിന്നെ ഒരു പ്രസിദ്ധമായിട്ടുള്ള അമ്പലം ഉള്ളത് എന്റെ പാലക്കാട് ജില്ലയിലാണ്. ഇന്നിപ്പോ തുരങ്കം വന്നോട് കൂടിയിട്ട് ആ അമ്പലത്തേക്ക് പോകാൻ നാട്ടുകാർക്കൊന്നും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. കുതിരാൻ എന്നാണ് പേര്. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയണതാണ്, കുതിരാൻ എന്നുള്ളത് ഒരു തുരങ്കത്തിന്റെ പേരല്ല. കുതിരാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയ്യപ്പൻ എന്നാണ് കേട്ടോ. കുതിരാൻ എന്ന് പറഞ്ഞാൽ കുതിരയുടെ പുറത്ത് കയറിയിരിക്കുന്നവൻ, അശ്വാരൂഢ ശാസ്താവിനെ വിളിക്കുന്ന പേരാണ് കുതിരാൻ. ആ തുരങ്കത്തിന് ആ പേര് വന്നത് ആ സ്ഥലപ്പേര് അതായതുകൊണ്ട് വന്നേ ഉള്ളൂ, അത് സ്വാമിയുടെ പേരാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് നിങ്ങളിവിടെ ആരാധിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പോലും കാവൽക്കാരന്റെ സ്ഥാനമാണ്. നിങ്ങൾ പോയി കൊടിമരം ചുറ്റി വരുമ്പോ കാണണം, അവിടെ കാണുന്ന ശാസ്താവ്, പടിഞ്ഞാട്ട് ദർശനമായിരിക്കുന്ന ശാസ്താവ്, വീര്യത കൂടുന്ന പറയും.
എപ്പോഴും സെക്യൂരിറ്റിയാണ് ശാസ്താവ്, കാവലാണ്. ചോറ്റാനിക്കര ഭാഗവതി പുറത്തിറങ്ങുന്നതിന് മുമ്പ് ശാസ്താവ് വരും ആദ്യം. കണ്ടല്ലോ നിങ്ങള് ഉത്സവത്തിന് അമ്മയുടെ പ്രൊട്ടക്ഷൻ, അമ്മയുടെ ഒപ്പം നിൽക്കുന്നതാണ് എപ്പോഴും. ബാധ ഉപദ്രവങ്ങളായിട്ട് ചോറ്റാനിക്കര പോണ ആൾക്കാരെ ആദ്യം ഒഴിപ്പിക്കുക ശാസ്താവിന് മുമ്പിലാണ്. ലാസ്റ്റാണ് ഭഗവതി. ശാസ്താവിന്റെ അവിടെ ഒഴുങ്ങില്ല എന്നുണ്ടെങ്കിൽ, ശിവന്റെ അവിടെ ഭജനം നടന്നിട്ട് ഒഴില്ല എന്നുണ്ടെങ്കിൽ, കീഴ്ക്കാവിലും ഒഴുങ്ങില്ല എന്നുണ്ടെങ്കിൽ മേൽക്കാവിലേക്ക് എടുക്കുന്നു. അപ്പോഴേക്കൊക്കെ പോകണം. അതിന് മാത്രമുള്ള പ്രേതങ്ങൾ നമ്മളൊക്കെ പോകണം. അപ്പോൾ ഇത്തിരിയൊക്കെ ഡോസ് കൂടുള്ളൂ. ഞാനൊക്കെ അങ്ങോട്ട് ചെല്ലണം. പക്ഷെ ആ ഭഗവതിയുടെ അടുത്ത് പോലും അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ അമ്മയ്ക്ക് കാവലായി നിൽക്കുന്നത് ശാസ്താവാണെന്ന് സങ്കല്പം. നിങ്ങൾ ചോറ്റാനിക്കര പോയി തൊഴുമ്പോൾ വലതുഭാഗത്ത് കിണറിന്റെ അവിടെ ഒരു ശാസ്താവിന്റെ പ്രതിഷ്ഠ ഉണ്ട്. ആ ശാസ്താവാണ്. പണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല, പിന്നീട് ഒരു ഇല്ലത്തുനിന്ന് അമ്മയ്ക്ക് സെക്യൂരിറ്റിക്കായിട്ട് പറഞ്ഞയച്ചാത്ര. അപ്പൊ ശാസ്താവ് നാടിന് മുഴുവൻ കാവലാണ്. നിങ്ങളുടെയൊക്കെ രക്ഷിതാവിന്റെ സ്ഥാനത്തും സുഹൃത്തിന്റെ സ്ഥാനത്തും മകന്റെ സ്ഥാനത്തും ഇരിക്കുന്ന ആ ഭഗവാനാണ് ഈ ശ്രീകോവിലിനകത്ത് ഭാര്യാപുത്ര സമേതനായിട്ട് വിരാജിക്കുന്നത്. അദ്ദേഹത്തെ ആരാധിക്കാൻ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ പ്രതിഷ്ഠാദിന സമയം. ഈ പരമാവധി അദ്ദേഹത്തിനെ സ്നേഹിക്കുക, അദ്ദേഹത്തിന് വേണ്ട സമർപ്പണങ്ങളൊക്കെ കൊടുക്കുക. നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികളെയൊക്കെ ഭഗവാനെ കൊണ്ടുവന്ന് നമസ്കരിപ്പിക്കുക. ഭഗവാന്റെ നാമങ്ങൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് അയ്യപ്പ എന്നെങ്കിലും വിളിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ സംസ്കാരം ഉണ്ടാക്കിയെടുത്താൽ അത് ഭാവിയിൽ ഈ ഒരു പ്രദേശത്തിന്റെ തന്നെ ഉയർച്ചയ്ക്ക് വലിയ തോതിൽ ഉപകാരപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 10:20 എണീറ്റ് പോവാത്ത നിങ്ങളെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ പ്രഭാഷണത്തെ ഗുരുവായൂരപ്പന്റെയും അയ്യപ്പസ്വാമിയുടെയും തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. സ്വാമി.